ക്ഷമിച്ച് ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെ നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിക്കുമ്പോഴായിരിക്കും അതുവരെ ഇല്ലാത്ത മാറ്റങ്ങളുമായിട്ട് നിങ്ങളുടെ പാർട്ട്ണർ വരിക. കാലങ്ങളായി പുറകെ നടന്നിട്ടും മാറ്റം വരാത്ത ഒരാള് നിങ്ങൾ അവരെ വിട്ടുപോകും എന്നൊരു സിറ്റുവേഷൻ ആയപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നു, റീഅഷുറൻസ് തരുന്നു, അതുവരെ ഇല്ലാത്ത എഫേർട്ട് അടക്കം ഇടുന്നു. അവരുടെ വാഗ്ദാനങ്ങൾ, തുറന്നു പറച്ചിലുകൾ, അവരുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ എന്നെ ഇത്ര സ്നേഹിച്ചിരുന്ന ഒരാളെയാണോ ഞാൻ വിട്ടുപോകാനായിട്ട് തീരുമാനം എടുത്തേ? ഇനി ഞാൻ ആളെ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണോ? എന്നാൽ അതെല്ലാം വെറുതെയാണ്. ഇത്രയും നാളും നിങ്ങൾ കരഞ്ഞും സ്നേഹത്തോടെയൊക്കെ പറഞ്ഞിട്ടും ഒരു മാറ്റം വരുത്താൻ തയ്യാറാകാത്ത ആള് നിങ്ങൾ ഈ ബന്ധം അവസാനിപ്പിക്കുന്നു എന്ന് ഉറച്ച തീരുമാനം എടുത്തപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഒരു മാറ്റം വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു മാറ്റത്തിന് അവർക്ക് സാധിക്കുമെങ്കിൽ അത് എന്നേ ആകാമായിരുന്നു. അതുവരെ നിങ്ങളുടെ കരച്ചിലും ദുഃഖവും എഫേർട്ടും ഒന്നും വകവെക്കാത്ത ആള് നിങ്ങൾ കൈവിട്ടു പോകും എന്ന മൊമെന്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തിലോട്ട് വരുന്നുണ്ടെങ്കിൽ അത് സ്നേഹമല്ല, നിങ്ങളിലുള്ള അവരുടെ കൺട്രോളാണ് അവർ ഇഷ്ടപ്പെടുന്നത്. മാത്രമല്ല അതെല്ലാം വെറും ഒരു താൽക്കാലിക മാറ്റം മാത്രമാണ്. ഒരു റിയലൈസേഷൻ വന്നിട്ടുള്ള മാറ്റമാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ടെമ്പററി. അത് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ല, അവരെ വിട്ടുപോകും, ആ ഒരു സമയം മാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുന്നു, റീഅഷുറൻസ് തരുന്നെങ്കിൽ ദേ ആർ നോട്ട് ഗോയിങ് ടു ചേഞ്ച്. വീണ്ടും വീണ്ടും വിഡ്ഢിയാകാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ അവരുടെ കൺട്രോളിലാക്കാനായിട്ടുള്ള ഒരു ടെമ്പററി മാറ്റം മാത്രമാണ് അത്.